നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിഷ്ണു. ഞാൻ PRS ഹോസ്പിറ്റലിൽ ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെൻറ്റിൽ ഷോൾഡർ ആൻഡ് സ്പോർട്സ് ഇഞ്ചുറി യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നു. ഇന്ന് ഞാനൊരു ഇമ്പോർട്ടൻറ്റ് കാര്യത്തെപ്പറ്റി പറയാനാണ് ഇതിന് നിങ്ങളുടെ മുന്നിൽ വന്നത്. അതായത് ഒരാൾക്ക് പെട്ടെന്നൊരു ഫ്രാക്ചർ ഇഞ്ചുറി സംഭവിച്ചാൽ, ചിലപ്പോൾ അത് വീട്ടിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ റോഡിൽ നിന്നായിരിക്കാം, നമ്മൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കേണ്ടത്? നമ്പർ 1, നമ്മൾ ഇഞ്ചുറി ആയ ആൾക്ക് ആ ഇഞ്ചുറി ഫ്രാക്ചറോ എല്ലാം ഉണ്ടായ ആ ഏരിയ അധികം മൂവ് ചെയ്യാതെ നോക്കുക. ഉദാഹരണത്തിന് കയ്യിലാണത് വന്നിട്ടുണ്ടെങ്കിൽ കയ്യിലൊരു സ്ലിങ് ഇടുക. സ്ലിങ് എന്ന് വെച്ചാൽ വെറുതെ ഒരു തുണി വെച്ച് നമ്മൾ കെട്ടി അതിനെ സപ്പോർട്ട് ചെയ്താൽ മതി. ഇപ്പം കാലിലാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ കാല് നമ്മൾ ഒരു ബ്രോഡ് വലിയ ബാൻഡേജോ അല്ലെങ്കിൽ ഒരു വലിയ ഒരു സ്പ്ലിൻറ്റ് പോലത്തെ സാധനങ്ങളോ ഒരു തുണി ഒരു കാർഡ്ബോർഡ് മടക്കി വെച്ചോ ആ കാലിനടിയിലോട്ട് വെച്ച് അതിലോട്ട് ലൂസായിട്ട് കാല് ചുറ്റി അതിനെ കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാകാതെ പ്രിവെൻറ്റ് ചെയ്യുക. ഇനി ഒരു മുറിവോ അല്ലെങ്കിൽ ബോൺ പുറത്ത് വരുമോ അതുപോലെ എന്തായാലും ഒരു വലിയ മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ക്ലീൻ ബാൻഡേജ് വെച്ച് അതിൻ്റെ മേളിൽ ക്ലീൻ തുണി ചുറ്റി നമ്മൾ ബ്ലീഡിങ് കുറയ്ക്കുക, ഫർദർ ഇഞ്ചുറി കുറയ്ക്കുക. ഇനി ഇത് കൂടാതെ നമ്മൾക്കിപ്പം മുറിവൊന്നുമില്ലെങ്കിൽ ആ ഇഞ്ചുറിയോ അബ്നോമാലിറ്റിയോ ഫ്രാക്ചർ സസ്പെക്റ്റ് ചെയ്യുന്ന ഏരിയയിലോ ഐസ് വെക്കാം. ഐസ് ഡയറക്റ്റ് വെക്കരുത്, അതൊരു തുണിയിൽ പൊതിഞ്ഞ് മാറ്റി മാറ്റി വെച്ചും നമുക്കതിൻ്റെ സ്വെല്ലിങ്ങും പെയിനും കുറയ്ക്കാൻ സാധിക്കും. ഇനി ഒരു എമർജൻസി അല്ലെങ്കിൽ ആളൊരു ഷോക്കിലല്ല, BP കുറയുക, ഹെഡ് ഇഞ്ചുറി ഇല്ല, ചെസ്റ്റ് ഇഞ്ചുറി ഇല്ല, വയറിനൊന്നും മറ്റ് ഇഞ്ചുറി ഇല്ലെങ്കിൽ നമ്മൾ ഒരു എക്സ്പേർട്ട് ഹെൽപ്പ് വരുന്നവരെ ഈ പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ ഈ ഇഞ്ചുറി വന്ന ആളെ അവിടുന്ന് മൂവ് ചെയ്യാതെ അവിടെ തന്നെ വെക്കുക. ആംബുലൻസോ അല്ലെങ്കിൽ എമർജൻസി കെയർ അറിയാവുന്ന ആരെങ്കിലോ വന്നിട്ട് മാത്രം ഇവരുടെ ലിംബ് സേഫാക്കി അധികം മൂവ്മെൻ്റ് ഇല്ലാതെ ഈ അപകടത്തിൽപ്പെട്ട വ്യക്തിയെ എത്രയും പെട്ടെന്ന് ഒരു വൈദ്യസഹായം നൽകാൻ പറ്റുന്ന ഏരിയയിലേക്ക് കൊണ്ടുപോവുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ഇഞ്ചുറി ഉണ്ടാകാതെയും ആ ഇഞ്ചുറി കുറച്ചും കൂടെ സിവിയറിറ്റി കൂടാതെയും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഇവരുടെ റിക്കവറിയും ഇത് ഒരു ബെറ്റർ ആയിരിക്കുകയും ചെയ്യും. താങ്ക്സ് ആൻഡ് താങ്ക് യു ഫോർ യുവർ പേഷ്യൻ്റ് ഹിയറിംഗ്.